ഒരാളും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് തേടിയിറങ്ങിയ നരേന്ദ്രമോദി വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ്. തൊട്ടതും പിടിച്ചതുമെല്ലാം പിഴക്കുകയാണ് അദ്ദേഹത്തിന്. ഇതുവരെ രാജ്യം കണ്ട തെരഞ്ഞെടുപ്പ് പോലെയല്ല ഇത്. ജനാധിപത്യത്തിലും വോട്ടെടുപ്പിലും ജയവും പരാജയവും സാധാരണയാണെങ്കിലും നരേന്ദ്രമോദി തോറ്റാൽ പിന്നെ മോഡി ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും ശത്രുക്കളെയാണ് അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി പ്രതിരോധത്തിലാകാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇലക്ടറൽ ബോണ്ട് വിഷയവും അതുപോലെ PM കെയേഴ്സും. രാജ്യത്തെ വലിയൊരു ശതമാനം വോട്ടർമാരും BJPയെയും മോദിയെയും തട്ടിപ്പുകാർ എന്ന് വിളിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇലക്ടറൽ ബോണ്ട് തന്നെയാണ്. ഇലക്ടറൽ ബോണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണെന്ന് രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവുമായ ഡോക്ടർ പരകാല പ്രഭാകർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സുതാര്യമായ രാഷ്ട്രീയ ഫണ്ടിംഗ് എന്ന് പറഞ്ഞാണ് ഇലക്ടറൽ ബോണ്ടിനെ BJP വിശേഷിപ്പിക്കുന്നതെങ്കിലും ഇത് പച്ചയായ തട്ടിപ്പാണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഡോക്ടർ പരകാല പ്രഭാകർ. ഇലക്ടറൽ ബോണ്ട് മാത്രമല്ല, മോദി തുടങ്ങിയ PM കെയേഴ്സ് ഫണ്ടും അഴിമതിയാണെന്ന് പ്രഭാകർ വ്യക്തമാക്കുന്നു. ഇത് രാഷ്ട്രീയ ഫണ്ടിങ്ങിലെ സുതാര്യതയാണെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്ന 2018 മുതൽ എന്തുകൊണ്ട് സർക്കാർ ജനങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞില്ല എന്നത് വളരെ സംശയം ജനിപ്പിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിൽപ്പെട്ട് BJPയും നരേന്ദ്രമോദിയും കിടന്ന് പെടാപ്പാടുപെടുകയാണ്. ദിവസവും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന, അതുപോലെ BJPക്ക് വോട്ട് ചെയ്തു വന്നിരുന്ന പലരെയും ഇപ്പോൾ മാറ്റി ചിന്തിപ്പിക്കുകയാണിത്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഹർജിക്കാർ വസ്തുത അറിയാൻ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്? അതിന് സാഹചര്യം ഒരുക്കിയത് ആരാണ്? വിശദാംശങ്ങൾ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സർക്കാർ സമയം ചോദിച്ചത് എന്തുകൊണ്ട്? അതിനെല്ലാം മുന്നിൽ പേടിച്ചു നിൽക്കുന്നതിന് പിന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി മോദി വൻതോതിൽ പണം സമാഹരിക്കുകയായിരുന്നുവെന്നും പറയുമ്പോൾ ഈ ഭയത്തിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് മോദിക്കും കൂട്ടർക്കും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമായി മാറിയെന്നും പ്രഭാകർ തുറന്നടിക്കുകയാണ്. ലാഭമുള്ള സ്ഥാപനങ്ങളും നഷ്ടത്തിലുള്ളവയും പണം നൽകിയിരിക്കുന്നു. ഇവർക്ക് എവിടെ നിന്ന് പണം ലഭിച്ചുവെന്ന് വ്യക്തമല്ല. അതേറെ ആശ്ചര്യപ്പെടുത്തതായി പ്രഭാകർ പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും ഈ വിഷയത്തിൽ വഴിവിട്ട് പ്രവർത്തിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിന് ശേഷം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് നാം കണ്ടു. അതായത് RBI പോലും വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഉണ്ടായത്. ചെങ്ങാത്ത മുതലാളിത്തമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും പ്രഭാകർ തുറന്നടിക്കുമ്പോൾ ഈ രാജ്യത്തെ ശരാശരി ജനങ്ങൾ നരേന്ദ്രമോദിയുടെ കള്ളത്തരങ്ങൾ ഈ 10 വർഷം കൊണ്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.